എനിക്ക് ആ മീനുകളെ തോന്നിയ റെസ്പെക്റ്റാണ്. ഇതുണ്ടോ ആ വാഗ ആ പരലിനെ പിടിക്കാതെ നടക്കുന്നതുണ്ടോ. ഈ മെയ് ജൂണൊക്കെ മീനുകൾ മുട്ടയിടുന്ന സമയമാണ്. അപ്പം ആ മുട്ടയിടുന്ന സമയം നോക്കിയിട്ട് കണ്ടോ പരലിനൊന്നും പിടിക്കാതെ മീൻ നിൽക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യന്മാർ ചെറിയ തോടുകൾ മൊത്തം അടച്ച് കൂട് വെച്ചും വല വെച്ചും മീൻ പിടുത്തം അത് വളരെ മോശമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് മീനുകൾ പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കാരണം വേനൽ സമയമാകുമ്പം ആറ്റിലൊന്നും ഒട്ടും മീനില്ലാതെയാവും. അപ്പം നമ്മൾ ഈ സമയത്ത് പിടിക്കാതെ ഇരിക്കുവാണെങ്കിൽ വേനൽ സമയത്ത് ഇഷ്ടംപടി മീൻ കാണും. നമുക്ക് എല്ലാവർക്കും മീൻ പിടിക്കാവുന്നതായിരിക്കും. അപ്പം ഈ സമയത്ത് മീൻ പിടുത്തം ഒഴിവാക്കിയിട്ട് അല്ലെ ചൂണ്ടയോ അല്ല വല വീശൊക്കെയാണ് പിന്നെയും കുഴപ്പമില്ല. ഒരു പരിധിയുണ്ട്. പക്ഷേ ഈ തോടടക്കി കൂട് വെച്ച് മീൻ പിടിക്കുക, ഉടക്കുവല വെച്ച് മീൻ പിടിക്കുക, അതായത് ഇങ്ങനെ ഒരു വിഭാഗത്തെ മൊത്തം ഒറ്റയടിക്ക് പിടിക്കാതെ ഇപ്പോൾ ചൂണ്ടയാണേലും കുഴപ്പമില്ല, വീശുവലയാണേലും കുഴപ്പമില്ല, അല്ലാത്ത മീൻപിടുത്തമെല്ലാം നിരോധിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം എന്നാലേ ഉള്ളൂ അടുത്ത കാലത്ത് മീൻ സമ്പത്ത് നന്നായിട്ട് കൊടുത്തത്. ഇപ്പം ഓരോ തവണയും മീൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കിയ മീനുകൾ എൻ്റെ കിണറ്റിലെ ഉദാഹരണം കണ്ടോ, പരൽ ഇഷ്ടംപോലെ നടക്കും. അത് എത്ര പരലിട്ടാലും വെട്ടുന്ന വാഗയാണ് നടക്കുന്നത്. ആ വാഗ ഒന്നും അപ്പം തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇതിൻ്റെ മുട്ടയിടുന്ന സമയം കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഈ പരൽ ഒറ്റ ഒരെണ്ണം കാണത്തില്ല, എല്ലാത്തിനും പിടിച്ച് തിന്നുന്നതായിരിക്കും. അപ്പം നമ്മൾ കഴിവതും ഊത്തപിടുത്തം കുറയ്ക്കുക. വളരെ ചുരുങ്ങിയ ചൂണ്ടയോ വലവീശോ അല്ലാതെ വേറെ ഒന്നും തോടടക്കി ഒന്നും മീൻ പിടിക്കാതിരിക്കുക. എൻ്റെ റിക്വസ്റ്റാണ്.